എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 3rd ചാപ്റ്ററാണ്. നാദാൻ ദോസ്ത് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതൊരു ഗദ്യമാണ്. ഗദ്യത്തിൽ ഒരു 4-5 ടൈപ്പ് ഉണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റോറി, പറഞ്ഞ കഥകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ, സംസ്മരൺ എന്ന് പറയും ഹിന്ദിയിൽ അതിനെ. ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്ററല്ലേ, 2nd ചാപ്റ്റർ, അതൊരു സംസ്മരണമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേഖകർ അവരുടെ ഓർമ്മകളെ പറ്റിയിട്ട് എഴുതുക. അങ്ങനെ അതൊരു പാഠഭാഗമായിട്ട് തരിക, അതാണ് സംസ്മരൺ. പിന്നെ പ്ലേ ഉണ്ടാവും, നാടകം എന്ന് കേട്ടിട്ടില്ലേ, ഡ്രാമ, അതുണ്ടാവും. പറഞ്ഞാൽ അതിൽ സംവാദ്, കൺവെർസേഷൻ ഉണ്ടാവും. പിന്നെ എസ്സേ ടൈപ്പ്, പറഞ്ഞാൽ എന്തിനെങ്കിലും കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അങ്ങനത്തെ ഉള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഗദ്യം ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് പദ്യം. അപ്പം ഗദ്യം പദ്യം ഇങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവിതകൾ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്റ്റോറിയാണ്. ഇതൊരു കഥയാണ്, 2 കുട്ടികളുടെ കഥയാണിത്. നാദാൻ ദോസ്ത്. നാദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹിന്ദിയിൽ നാ സമജ് എന്നും പറയാം. പറഞ്ഞാൽ അധികം മനസ്സിലാക്കാനൊന്നും കഴിവില്ലാത്ത ചെറിയ കുട്ടികളെ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള കുട്ടികൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചങ്ങാതി എന്നാണ് അതിൻ്റെ പേര്. കേശവ് കെ ഘർ കാർണിസ് കെ ഊപ്പർ ഏക് ചിടിയ നെ അണ്ടേ ദിയേ ഥേ. അപ്പോൾ കേശവിൻ്റെ വീട്ടിൽ കാർണിസ് കെ ഊപ്പർ, കാർണിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനലിൻ്റെ മുകളിൽ, വിൻഡോയിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഷെയ്ഡ് എന്ന് പറയില്ലേ, ഇങ്ങനെ കുറച്ച് തണൽ പോലെ കിട്ടണ പോലെ ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ്, അതിനാണ് കാർണിസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ആ കാർണിസിൻ്റെ മേലെയായിട്ട് ഏക് ചിടിയ, ഒരു പക്ഷി, അണ്ടേ ദിയേ ഥേ, മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൂടുതലും പ്രാവുകളും ഒക്കെ ഇങ്ങനെ ജനലിൻ്റെ മേലെ സ്ഥലം ഉണ്ടാവില്ല, ആ സ്പേസിൽ കൂടുതലും പ്രാവുകളൊക്കെ വന്ന് മുട്ടയിട്ടിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ കേശവ് ഓർ उसकी बहन श्यामा दोनों बड़े ध्यान से चिड़िया को वहाँ आते जाते देखा करते. അപ്പോൾ കേശവും ഉസ്കി ബഹൻ ശ്യാമ, അവൾ കേശവിൻ്റെ ബഹൻ സിസ്റ്റർ ആരാണ്, ശ്യാമ. അപ്പോൾ ഇവർ 2 പേരാണ് ഇതിൽ ക്യാരക്ടേഴ്സ്. അവർ ബടെ ധ്യാൻ സെ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചിടിയാക്കോ, പക്ഷിയെ, വഹാ ആത്തെ ജാത്തെ ദേക്കാ കർത്തെ, അവിടെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സവേരെ ദോനോ ആംഖെ മൽത്തെ കാർണിസ് കെ സാമനെ പहुंच जाते और ചിട ഓർ ചിടിയ ദോനോക്കോ വഹാ ബൈട്ടാ പാത്തെ. സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ, ദോനോ ഇവർ 2 പേരും, ആരൊക്കെയാണ്, കേശവും ശ്യാമയും, അവർ 2 പേരും. ആംഖേ മൽത്തെ, ആംഖേ മല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട്, മല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ തിരുമ്മ, പറഞ്ഞാൽ രാവിലെ ഉറങ്ങി എണീറ്റ് വരുന്ന സമയത്ത് എങ്ങനെ തിരുമ്മില്ല, അതാ പറയുന്നത്. അപ്പോൾ ഈ കാർണിസിൻ്റെ അടുത്ത് വരും. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും, ചിട ഓർ ചിടിയ, ചിടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺ പക്ഷിയും പെൺ പക്ഷിയും കേട്ടോ, അതിനാണ് ചിട ചിടിയ എന്ന് പറയുക. അതിന് 2 നോക്കിക്കൊണ്ടിരിക്കും. അവിടെ 2 ഉണ്ടാവും, അതിനെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് വരും. ഉनको देखने में दोनों बच्चों को ना मालूम ക്യാ മജ മിൽത്ത. പറയുന്നത് ആ പക്ഷികളെ കാണാൻ ഈ 2 കുട്ടികൾക്ക് നാ മാലൂം, എന്താണെന്നറിയില്ല, ഇത്ര രസം എന്താണെന്നല്ല അവർക്ക് എന്ന് പറയുന്നത്. दूध और जलेबी की സുധി ബി ന രഹത്തി തി. ദൂത് ഓർ ജിലേബി, പാലും ജിലേബിയുടെ ഒന്ന് കെയറും കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സുധ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ, പറഞ്ഞാൽ അകത്തൊക്കെ കൊടുത്താൽ കൂടിയിട്ട് അതിലും കൂടി ശ്രദ്ധയില്ലാതെ, അതിനേക്കാളും കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പക്ഷികളെ നോക്കാൻ വരുന്ന അതിൻ്റെ അർത്ഥം. ദോനോക്ക് ദിൽമേ തരതരയ്ക്ക് സവാൽ ഉടുത്തെ. 2 പേരുടെയും മനസ്സിൽ തരതരയ്ക്ക് പറഞ്ഞാൽ പലതരത്തിലുള്ള, വിവിധ തരത്തിലുള്ള സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരും. അണ്ടേ കിത്തനെ ബഡേ ഹോങ്കെ, മുട്ടകൾ എത്ര വലുതായിരിക്കും. കിസ് റങ്ക് കെ ഹോങ്കെ, എന്ത് നിറമായിരിക്കും. കിത്തനെ ഹോങ്കെ, എത്ര എണ്ണം ഉണ്ടാവും. ക്യാ ഖാത്തെ ഹോങ്കെ, എന്താണാവോ കഴിക്കുക. ഉന്മേസെ ബച്ചെ കിസ് തര നിക്കലായെങ്കിൽ, ആ മുട്ടകളിൽ നിന്ന് ബച്ചെ, കുട്ടികൾ ഏത് വിധത്തിലായിരിക്കും പുറത്തു വരിക. ബച്ചോ കെ പർ കേസെ നിക്കലെങ്കെ, പർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പങ്ക് എന്നും പറയും, വിങ്സ് കേട്ടോ, ചിറകിനാണ് പറയുക. പക്ഷേ പറൻ്റെ 2 മീനിങ് ഉണ്ട് ഹിന്ദിയിൽ. ഒന്ന് പറ, ചിറക്, പിന്നെ അതല്ലാണ്ട് നമ്മൾ മേജ് പർ, അതിൻ്റെ മേലെ, ഇതിൻ്റെ മേലെ എന്നൊക്കെ പറയില്ലേ, മുകളിൽ, അതിനും പറന്ന് പറയും. അപ്പം ഇവിടെ അർത്ഥം എന്താണ്, പങ്ക് എന്ന് പറയും ഹിന്ദിയിൽ, ചിറക്. അപ്പോൾ ബച്ചോക്ക് പർ കേസെ നിക്കലെങ്കിൽ, ആ പക്ഷിക്കുട്ടികളുടെ ചിറക് എങ്ങനെയായിരിക്കും വരിക. ഘോസ്ല കേസാഹെ, അതിൻ്റെ കൂട് എങ്ങനെയായിരിക്കും. ഘോസ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്, പക്ഷിക്കൂട്, നെസ്റ്റ്. ലേക്കിൻ ഇൻ ബാത്തോം കാ ജവാബ് ദേനെ വാല കോയി നഹി. പക്ഷേ എന്താണ്, ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവർക്ക്.
न अम्मा को घर के काम धंधों से फुर्सत सी, न ബാബുജി को പഠന ലിഖനെ സെ. അമ്മയ്ക്കും വീട്ടിലെ കാര്യങ്ങളോട്, കാംധന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണികൾ കേട്ടോ. വീട്ടിലെ പണികളോട് ഒഴിവില്ലായിരുന്നു. ഫുർസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവ്, ഒഴിവില്ലായിരുന്നു. ന ബാബുജിക്കോ പഠന ലിഖനെ സെ. അച്ഛനും വായനയും എഴുതലും അല്ലാണ്ട് അച്ഛനും ഒഴിവില്ലായിരുന്നു. दोनों बच्चे आपस ही में सवाल जवाब करके अपने दिल को तसल्ली दे लिया करते थे. രണ്ട് കുട്ടികളും, दोनों बच्चे രണ്ട് കുട്ടികളും ആപ്പസ് ഹിമെ അവർ തമ്മിൽ സവാൽ ജവാബ് കർക്കെ ചോദ്യം ഉത്തരവൊക്കെ തമ്മിൽ തന്നെ പറഞ്ഞ് അപ്പനെ ദിൽക്കോ അവരുടെ മനസ്സുകളെ തസല്ലി ദേ ലിയ കർത്തേ ഹെ സമാധാനിപ്പിക്കുമായിരുന്നു. ശ്യാമ കഹത്തി ക്യോം ഭയ്യ ബच्चे നിക്കൽ കർ ഫുർസെ ഉड़ जाएंगे. അപ്പം ശ്യാമ ചോദിച്ചു ഒരു ദിവസം, ക്യോം ഭയ്യ. ശ്യാമ ചെറുതാണ്, കേശവ് വലുതാണ് അല്ലേ. അപ്പോൾ കേശവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബच्चे നിക്കൽ കർ കുട്ടികൾ പുറത്ത് വന്നിട്ട് ഫുർസെ ഉड़ जाएंगे, ഫുർ എന്ന് പറഞ്ഞത് പുറത്തേക്ക് പറന്നു പോകുമെന്താ എന്ന് ചോദിച്ചു. കേശവ് വിദ്വാനോ ജെസെ ഗർവ് സെ കഹത്ത. കേശവ് വലിയ വിദ്വാനെയൊക്കെ പോലെ ഭയങ്കര ഗർവോട് കൂടിയിട്ട് പറയും. പറഞ്ഞാൽ എന്താണ്, അവൻ വലുതല്ലേ, അതിൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ പറയും അവൻ. നഹീരി പഗ്ലി, പഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാന്ത് വട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അല്ലടി വട്ടെ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ. പെഹലി പർ നിക്കലെങ്കിൽ ആദ്യം അതിൻ്റെ ചിറക് വരും. ബഗർ പറോങ്കി ബെച്ചാരി കേസെ ഉടെങ്കിൽ. ബഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തൗട്ട്, ഇല്ലാതെ എന്ന് പറയില്ലേ. അപ്പോൾ ചിറകില്ലാതെ ബെച്ചാരെ പാവം, കേസെ ഉടെങ്കിൽ അതെങ്ങനെ പറന്നു പോകാനാണ്. അപ്പോൾ ആദ്യം അതിന് ചിറക് വരും, പിന്നെയാണ് അത് പറന്നു പോകാം. ശ്യാമ ബച്ചോങ്കോ ക്യാ ഖിലായേഗി ബേച്ചാരി. അപ്പോൾ ശ്യാമ ചോദിക്കും പിന്നെയും, കുട്ടികൾക്കത് എന്താ തിന്നിപ്പിക്കുക, എന്താ തിന്നാൻ കൊടുക്കുക അത് എന്ന് പാവം പക്ഷി എന്ന് ചോദിക്കും. കേശവ് ഇസ് പേച്ചിത സവാൽ കാ ജവാബ് കുച്ച് ന ദേ സക്താ താ. പേച്ചിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഉലജ്നെ വാല അല്ലെങ്കിൽ ഉൽझन വാല, പിന്നെ ടേഡ, കഠിൻ എന്നൊക്കെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, കുഴക്കുന്ന. ഉൽझन വാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴക്കുന്ന. ടേഡ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളഞ്ഞ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. കഠിൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ ശ്യാമ ചോദിച്ചാൽ കുട്ടികൾക്ക് എന്തായിരിക്കും കൊടുക്കുക എന്നല്ലേ, അതൊരു കുഴക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിന് ഉത്തരം കേശവിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനാണ് പേച്ചിതാന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കുഴക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, അങ്ങനെ ഒരു വളഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നൊക്കെ പറയാം. इस तरह 3-4 दिन गुजर गए. അങ്ങനെ 3-4 ദിവസമൊക്കെ കഴിഞ്ഞു പോയി. दोनों बच्चों की जिज्ञासा दिन दिन बढ़ती जाती थी. രണ്ട് കുട്ടികളുടെയും ജിജ്ഞാസ പറഞ്ഞാൽ ആങ്ഷ്യസ്, അറിയാനുള്ള ആഗ്രഹം, അത് കൂടി വന്നു. अंडों को देखने के लिए वे अधीर हो उड़ते थे. ആ മുട്ടകൾ കാണാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. उन्होंने अनुमान लगाया कि अब ज़रूर बच्चे निकल आए होंगे. അപ്പോൾ അവർ അനുമാൻ ലഗായ, അവർ ഗസ് അടിച്ചു, അവർ അനുമാനിച്ചു. മലയാളത്തിലും പറയും അനുമാനം. അബ് ജറൂർ, ഇപ്പം തീർച്ചയായിട്ടും ബच्चे निकल आए होंगे. ആ മുട്ടയിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടാവും ഇപ്പം തീർച്ചയായിട്ടും അവർ വിചാരിച്ചു. बच्चों के चारे का सवाल अब उनके सामने आ खड़ा हुआ. ചാര എന്ന് പറഞ്ഞാൽ തീറ്റി, കുട്ടികൾക്ക് തീറ്റി കൊടുക്കാനുള്ളത്, ആ പക്ഷിക്കുട്ടികൾക്ക്. അപ്പോൾ ബच्चों का चारे का सवाल, ആ കുട്ടികൾക്ക് തീറ്റി കൊടുക്കാനുള്ള ക്വസ്റ്റ്യനാണ് ഇനി വന്നത്. ഇനി അവർക്ക് തോന്നിയത് അതെന്താ, അതിന് തിന്നാൻ കൊടുക്കുക എന്നുള്ളത്. चिड़िया बेचारी इतना दाना कहाँ पाएगी कि सारे बच्चों का पेट भरे. പിന്നെ ഇവരുടെ മനസ്സിൽ വന്ന പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ചിടിയ പക്ഷി ബേച്ചാരി പാവം, ഇത്തന ദാന ഇത്രയൊക്കെ ഗ്രെയിൻസ് എവിടുന്ന് കൊണ്ടുവരും, ഈ കുട്ടികളുടെയൊക്കെ വയർ നിറയ്ക്കാനുള്ള ഇത്രയും ഗ്രെയിൻസ് ചിടിയ പക്ഷി എവിടുന്ന് കൊണ്ടുവരും പാവം. കാരണം അതിൽ വേറെ കുറേ 2-3 കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊക്കിൽ എത്ര എന്നെ കൊള്ളും എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ. ഗരീബ് ബच्चे ഭൂക്ക് के मारे ചൂ करके മർ ജായെങ്കെ. ഈ പാവം കുട്ടികൾ, ഗരീബ് പറഞ്ഞ പാവങ്ങൾ, പാവം കുട്ടികൾ ഭൂക്കെ മാരെ വിശപ്പ് കൊണ്ട് ചൂച്ചു കരക്കെ, ചൂച്ചു പക്ഷികളുടെ ശബ്ദത്തിന് പറയാണ്, മർ ജായെങ്കെ അങ്ങനെ പറഞ്ഞ് അത് ചത്തുപോകും പാവം. ഇസ് മുസീബത്ത് കാ അന്താജ കരക്കെ ദോനോ ഘബറാ ഉഠെ. ഈ മുസീബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയില്ലേ, ഈ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട്, അന്താജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗസ് ചെയ്യുക, അങ്ങനെ ആലോചിച്ച് അവർ ഘബറാ ഉഠെ, അവർ രണ്ടുപേരും പരിഭ്രമിക്കുക. ഘബറാ ഉഠെ പറഞ്ഞാൽ പരിഭ്രമിക്കുക, അതിൻ്റെ അർത്ഥം വിഷമിച്ചു അത്രേ ഉള്ളൂ. दोनों ने फैसला किया कि कार्निस पर थोड़ा सा दाना रख दिया जाए. അപ്പോൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു. ഫൈസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കുക, ഡിസൈഡ് ചെയ്യാം, തീരുമാനിച്ചു. കാർണിസ് പർ, ആ ഷെയ്ഡിൻ്റെ മുകളിൽ, ആ പക്ഷികളുടെ മുട്ടകളുള്ള ഷെയ്ഡിൻ്റെ അവിടെ തോടസ ദാന രഖ് ദിയ ജായ്, കുറച്ച് ഗ്രെയിൻസ് അവിടെ വെക്കാം നമുക്ക്, അപ്പോൾ അതെടുത്ത് കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. ശ്യാമ ഖുഷ് ഹോക്കർ ബോലി
तब तो चिड़ियों को चारे के लिए कहीं उड़कर न जाना പടേഗാ ന അപ്പോൾ ശ്യാമ ഭയങ്കര സന്തോഷമായി ശ്യാമയ്ക്ക്. അപ്പോൾ ശ്യാമ പറഞ്ഞു തപ് തോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പക്ഷികൾക്ക് ചാരയ്ക്കലിയെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കഹി ഉടുക്കർ ന ജാന പടേഗാ ന വേറെ എവിടെയെങ്കിലും പറന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞു, സന്തോഷത്തോടുകൂടി പറഞ്ഞു. കേശവ് നഹി തബ് ക്യൂം ജായകി ഇല്ല അപ്പം എന്തിനാ പോകേണ്ട ആവശ്യം പിന്നെ. ശ്യാമ ക്യൂം ഭയ്യ ബച്ചോं को धूप न लगती होगी അപ്പോൾ ഭയ്യ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വെയിൽ തട്ടില്ലേ, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, കുട്ടികൾക്ക് വെയിൽ തട്ടില്ലേ എന്ന് ശ്യാമ പറയാൻ തുടങ്ങി. കേശവ് കാ ധ്യാൻ ഇസ് തക്ലീഫ് കി തരഫ് ന ഗയാ ഥ അപ്പോൾ കേശവൻ്റെ ശ്രദ്ധ ഈ ബുദ്ധിമുട്ട്, തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, തക്ലീഫ് മുസീബത്ത് മുഷ്കിൽ ഇതെല്ലാം സെയിം വേർഡ്സ് ആട്ടോ, സിനോണിംസ് ആണ്. അപ്പോൾ അത്രയ്ക്ക് പോയില്ല ശ്രദ്ധ. ബോല ജറൂർ തക്ലീഫ് ഹോ രഹി ഹോഗി അപ്പോൾ പറഞ്ഞു, കേശവ് പറഞ്ഞു ശരിയാണ്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. ബേചാരി പ്യാസ് കെ മാരെ തടപ്തേ ഹോങ്കെ. തടപ്പന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുക എന്നൊക്കെ പറയില്ലേ, ഡിസ്റ്റർബ് ആവുക അങ്ങനെ. പ്യാസ് കെ മാരെ, പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം, തേഴ്സ്റ്റ്. അപ്പോൾ പാവം കുട്ടികൾ അപ്പോൾ ദാഹം കൊണ്ടും ഒരുപാട് തടപ്പാവും, പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടും. ഊപ്പർ ഛായ ബി തോ കോയി നഹി അതിൻ്റെ മേലെ ഷെയ്ഡിന് വേണ്ടിയിട്ട്, ഛായ എന്ന് പറഞ്ഞാൽ നിഴല് തണൽ എന്നൊക്കെ പറയാമല്ലോ, അത് തണലിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊന്നും ഇല്ലല്ലോ എന്ന് ഇവർ വിചാരിച്ചു. ആഖിർ യഹി ഫൈസല ഹുവാ കി ഘോസ്ലെ ഊപ്പർ കപ്പടെ കി ചത്ത് ബനാ ദേനി ചാഹിയെ. എന്നിട്ട് പിന്നെ അവർ അടുത്ത കാര്യം ഡിസൈഡ് ചെയ്തു. എന്താ ഡിസൈഡ് ചെയ്തത്? ഘോസ്ലെ ഊപ്പർ ആ നെസ്റ്റിൻ്റെ മേലെ കപ്പടേക്ക് ചത്ത്, തുണി കൊണ്ടുള്ള ചത്ത്. ചത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറസ്, റൂഫ് എന്ന് പറയില്ലേ, റൂഫ്, ടെറസ് അല്ല സോറി റൂഫ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെയിലൊന്നും തട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ട്. പാനി കി പ്യാലി ഓർ തോടെ സെ ചാവൽ രഖ് ദേനെ കാ പ്രസ്താവ് ബി സ്വീകൃത് ഹോ ഗയ. പിന്നെന്തൊക്കെയാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്? പാനി കി പ്യാലി, പ്യാലി എന്ന് പറഞ്ഞാൽ കപ്പ്, വെള്ളത്തിൻ്റെ ഒരു കപ്പും പിന്നെ തോടെ സെ ചാവൽ കുറച്ച് അരിയും രഖ് ദേനെ കാ അവിടെ വെക്കാനുള്ള പ്രസ്താവ് ബി സ്വീകൃത് ഹോ ഗയ. അങ്ങനത്തെ ഒരു കാര്യം അവരവിടെ സ്വീകാര്യമായി എന്ന് പറഞ്ഞാൽ അത് തീരുമാനിച്ചു വെച്ചു. ദോനോ ബच्चे ബഡേ ചാവ് സെ കാം കർനെ ലഗെ. രണ്ട് കുട്ടികളും വളരെ ഇൻട്രസ്റ്റോടു കൂടി പണി ചെയ്യാൻ തുടങ്ങി. ചാവ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഇഷ്ടം. ശ്യാമ മാക്കി ആങ്ക് ബച്ചാക്കർ മട്കെ സെ ചാവൽ നിക്കൽ ലായി. ആങ്ക് ബച്ചാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഈഡിയമാണ് കേട്ടോ, ഒരു ഈഡിയമാണത്. പറഞ്ഞാൽ കാണാതെ, കണ്ണിൽപ്പെടാതെ എന്നൊക്കെ പറയില്ലേ, ഒരു സെൻറ്റൻസ് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ചോറോനെ പോലീസെ ആങ്ക് ബച്ചാക്കർ ഭാഗയെ പറഞ്ഞാൽ കള്ളന്മാരെ പോലീസ് കാണാതെ ഓടിപ്പോയി എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ശ്യാമ എന്ത് ചെയ്ത് മാക്കി ആങ്ക് ബച്ചാക്കർ, അമ്മ കാണാതെ മട്കേസെ, മട്ക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൺകുടം എന്നൊക്കെ പറയില്ല, അതാണ്. അതിന്ന് എന്താണ് ചാവൽ നിക്കലായി, ചാവൽ റൈസ് അരി കൊണ്ടുവന്നു. കേശവ് ने पत्थर की प्याली का तेल ചുപ്കെ സെ ജമീൻ പർ ഗിരാ ദിയ. കേശവ് എന്താ ചെയ്തത്? പത്തർ കി പ്യാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടുള്ള പ്യാലി, കപ്പ്, അതിന്ന് തേൽ, അതിൽ ഓയിൽ ഉണ്ടായിരുന്നു, തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, ഓയിൽ അതുണ്ടായിരുന്നു. അതിന് ചുപ്കെ സെ ജമീൻ പർ ഗിരാ ദിയ, അതവിടെ ഒഴിച്ചു കളഞ്ഞ് അതിനെ കാലിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തേ? ഓർ ഉസെ ഖൂബ് സാഫ് കർക്കെ ഉസ്മേ പാനി ഭര. കാരണം ഇവർക്ക് വെള്ളം കൊണ്ടുവരാൻ ഒരു കപ്പ് വേണം, അതുകൊണ്ട് അതിൽ ഓയിൽ ഉണ്ടായിരുന്നു, അതിനെ കളഞ്ഞിട്ട് അതിനെ നന്നായി വൃത്തിയായി കഴുകി, സാഫ് കർക്കെ, ഖൂബ് സാഫ് करके वरना വൃത്തിയായി കഴുകി ഉസ്മേ പാനി ഭര, അതിൽ വെള്ളം നിറച്ചു. अब चांदनी के लिए कपड़ा कहाँ से आए? ഇനിയിപ്പോൾ ചാന്ദിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ്, തണലിന് വേണ്ടിയിട്ട് കപ്പട, തുണി എവിടെ നിന്നാണ് കൊണ്ടുവരിക ഇനിയിപ്പോൾ? फिर ऊपर बगैर चड़ियों का कपड़ा ठहरेगा कैसे और चड़ियाँ खड़ी होगी कैसे? പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഊപ്പർ മോളിൽ ബഗർ ചെടിയോങ്കെ, ചെടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് കേട്ടോ, വടികൾ. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് മോളിൽ റൂഫ് എങ്ങനെ ഇടാൻ പറ്റുക അല്ലേ? കപ്പട ടെഹരേക കൈസേ, ആ തുണി അത് എങ്ങനെ നിൽക്കും? അത് നിർത്താൻ പറ്റില്ലല്ലോ, അങ്ങനെ റൂഫ് പോലെ അതിനെ ഇടണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സപ്പോർട്ട് വേണ്ടേ? അതല്ലാണ്ട് മേലെ തുണി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കവറാവുകയല്ലേ ഉള്ളൂ, അല്ലാണ്ട് മേലെ നിൽക്കില്ലല്ലോ. അതിനി എന്താ ചെയ്യുക? കേസേ ഓർ ചെടിയ കടി ഹോങ്കി കേസേ, അതിനെങ്ങനെയാണ് നിർത്തുക? ആ വടികളെ എങ്ങനെയാണ് നിർത്തി വയ്ക്കുക എന്നൊക്കെയായി അടുത്ത ചോദ്യം അവരുടെ. കേശവ് ബഡി ദേർ തക്ക് ഇസി ഉദേഡ് ബുൻ മേ രഹ. ഉദേഡ് ബുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദേഡ്ന പറഞ്ഞാൽ അഴിക്കുക, ബുന്ന എന്ന് പറയാൻ നെയ്യ, എന്തെങ്കിലും തയ്ക്കുക നെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് പറയുക. ഉദേഡ് ബുൻ പറഞ്ഞാൽ അഴിക്കുക നെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അർത്ഥം എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കണതിനാണ് പറയുക. അപ്പോൾ കേശവ് അങ്ങനെ വളരെ നേരം ആലോചിച്ചുകൊണ്ടിരുന്നു, ഇനി എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആഖിർക്കാർ ഉസ്നെ യഹ് മുഷ്കിൽ ഭി ഹൽ കർ ദി. ലാസ്റ്റിൽ, അറ്റ് ലാസ്റ്റ്, ആഖിർക്കാർ എന്ന് പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ്, ഉസ്നെ കേശവ് യഹ് മുഷ്കിൽ ഭി, ഈ ബുദ്ധിമുട്ടും
तुम हल कर दी, സോൾവ് ചെയ്തു. ഹൽ കർണ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്തു. എങ്ങനെയാണ്? ശ്യാമ ബോല, ശ്യാമയെ കൊണ്ട് പറഞ്ഞു, ജാക്കർ കൂടാ ഫേക്നെ വാലി ടോക്കരി ഉഠാലാവോ. പോയിട്ട് ഒരു കാര്യം ചെയ്യുക, കൂടാന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഫേക്കന പറഞ്ഞാൽ എറിയുക. അപ്പോൾ കൂടെയൊക്കെ എറിയുന്ന അല്ലെങ്കിൽ കൂടെയൊക്കെ ഇടുന്ന ടോക്കരി എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു. അമ്മാജിക്കോ മത് ദിഖാന, അമ്മയ്ക്ക് കാണിക്കരുത്. ശ്യാമ വഹ തോ ബീച്ച് സെ ഫട്ടി ഹുയി ഹെ. അപ്പോൾ ശ്യാമ പറഞ്ഞു, അത് ഇടയിൽ നിന്ന് കീറിയിട്ടുണ്ടല്ലോ. ഫട്ടന എന്ന് പറഞ്ഞാൽ കീറ്, അപ്പോൾ ഇടയിൽ നിന്ന് കീറിയിട്ടുണ്ടല്ലോ എന്ന് ശ്യാമ പറഞ്ഞു. ഉസ്മെ സെ ധൂപ് ന ജായകി, അപ്പോൾ അത് കീറിയിട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടിയിട്ട് പിന്നെ ധൂപ്പ് വെയിൽ പോകില്ലേ എന്ന് ശ്യാമ ചോദിച്ചു. അപ്പോൾ കേശവ് പറഞ്ഞു, കേശവിനെ ജുഞ്ചിലാക്കർ കഹ. അപ്പോൾ കേശവ് ഇങ്ങനെ ജുഞ്ചിലാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസത്തിൽ, ഞാൻ അതിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു കാര്യം എനിക്കറിയാമെന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ പറഞ്ഞു. തു ടോക്കരീത്തുള്ള നീ ബാസ്ക്കറ്റ് എടുത്തോണ്ട് വാ നീ എന്ന് പറഞ്ഞു. മേ ഉസ്കാ സുറാഖ് ബന്ദ് കർണേക്ക് കൊയ് ഹിക്മത്ത് നിക്കാലൂങ്ക. സുറാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ട കേട്ടോ, ഹോള്. അപ്പം എന്താ പറഞ്ഞത്, അതിലത്തെ ഓട്ട ബന്ദ് കർണേക്ക്, അത് ബന്ദ് ചെയ്യാൻ, അത് ക്ലോസ് ചെയ്യാൻ, അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹിക്മത്ത് പറഞ്ഞാൽ സൊല്യൂഷൻ, എന്തെങ്കിലും ഉപായം, എന്തെങ്കിലും ഉപായം ഞാൻ കണ്ടുപിടിക്കാം എന്ന് കേശവ് പറഞ്ഞു. ശ്യാമ ദോഡ്കർ ടോക്കരി ഉട്ടാലായി. ശ്യാമ ഓടിപ്പോയി, ദോടണ എന്ന് പറഞ്ഞാൽ ഓടുക, ഓടിപ്പോയി ടോക്കരി ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. केशव ने उसके सुराख में थोड़ा सा कागज ठूस दिया और तब टोकरी का एक टहनी से टिकाकर बोला. കേശവ് എന്താ ചെയ്തതപ്പോൾ ഉസ്കെ സുറാഖ് എന്ന് പറഞ്ഞാൽ ഓട്ട, ആ ഓട്ടയിൽ തോടാസ കാഗസ് ടൂസ് ദിയ, കുറച്ച് കാഗസ് പേപ്പർ ടൂസ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റുക എന്ന് പറയില്ലേ, അത് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിട്ട് അതിനെ അടച്ചു, ആ ബാസ്ക്കറ്റിൻ്റെ ഓട്ടയെ അടച്ചു. പിന്നെ എന്നിട്ട് എന്ത് ചെയ്ത്, തബ് ടോക്കരിക്കോ എക് ടെഹനി സെ ടിക്കാക്കർ ബോല. ടെഹനി എന്ന് പറഞ്ഞാൽ കൊമ്പ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വടി പോലത്തുള്ളത് എന്തെങ്കിലും. അപ്പോൾ എന്നിട്ട് ആ ടോക്കരി, ആ ബാസ്ക്കറ്റിന് ഒരു കൊമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വടിയുടെ സപ്പോർട്ടിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ദേഖ് നോക്ക്, ऐसे ही घोंसले पर उसकी आड़ कर दूंगा. ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് ഘോസ്ലിപ്പർ, ആ നെസ്റ്റിൽ, ആ കൂട്ടിൽ ഞാൻ ആടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണൽ, ഞാൻ തണൽ കൊടുക്കും എന്ന് പറഞ്ഞു. തബ് കേസെ ധൂപ്പ് ജായകി, ഇനി എങ്ങനെ അതിൽ കൂടിയിട്ട് വെയിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. ശ്യാമാനെ ദിൽ മേ സോച്ച, അപ്പം ശ്യാമ മനസ്സിൽ വിചാരിച്ചു, ഭയ്യ കിത്തനെ ചലാഖ് ഹേ. ചലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂത്രം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഐഡിയ. ഭയ്യയ്ക്ക് എന്ത് സൂത്രങ്ങളൊക്കെ അറിയാം, ഭയ്യയ്ക്ക് എന്ത് ഐഡിയകളൊക്കെ അറിയാം എന്ന് ശ്യാമ വിചാരിച്ചു. ഗർമിക്ക് ദിൻ थे, സമ്മറായിരുന്നു, ചൂടുള്ള ദിവസമായിരുന്നു. ബാബുജി ദഫ്തർ ഗയോഹത്തെ, അവരുടെ അച്ഛൻ ഓഫീസിൽ പോയിരിക്കുമായിരുന്നു. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസ്. അമ്മ ദോനോ ബച്ചോക്കോ കമറേ മേ സുലാക്കർ കുച്ച് സോ ഗയി തി. അപ്പോൾ അമ്മ എന്താ ചെയ്തത്, ഈ രണ്ട് കുട്ടികളെയും റൂമിൽ സുലാക്കർ ഉറങ്ങാൻ കിടത്തി. എന്നിട്ട് അമ്മയും സ്വയം ഉറങ്ങി. ലേക്കിൻ ബച്ചോं की ആँखों में ആജ് നീന്ത് കഹാ. പക്ഷേങ്കിൽ കുട്ടികളുടെ കണ്ണിൽ നിന്ന് പിന്നെ ഉറക്കം എവിടെയാണ്, അതിൻ്റെ അർത്ഥം അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അമ്മാജി കോ ബഹലാനെ കെ ലിയെ ദോനോ ദം റോക്കെ. അമ്മാജി കോ ബഹലാനെ കെ ലിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അമ്മ വിശ്വസിക്കണം, ഇവർ ഉറങ്ങിയെന്ന് വിശ്വസിക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, ദോനോ ദം റോക്കെ പറഞ്ഞാൽ അങ്ങനെ ശ്വാസം പിടിച്ച്, ആങ്കെ ബന്ദ് കിയെ, ശ്വാസം പിടിച്ച് കിടന്നു, കണ്ണടച്ച് കിടന്നു, ഉറങ്ങിയെന്ന് നടിക്കാൻ വേണ്ടിയിട്ട്. മോക്കേക്ക ഇന്തജാർ കർ രഹത്തെ. മോക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജോ ഹി മാലൂം ഹുവാക്കി അമ്മാജി അച്ചി തരഹ സെ സോ ഗയി. നല്ലപോലെ ഉറങ്ങിയെന്ന് അറിഞ്ഞ ഉടനെ എന്താ ചെയ്യേണ്ടത്, ദോനോ ചുപ്കെ സെ ഉഠേ ഓർ ബഹുത് ധീരെ സെ ദർവാജെ കി സിട്ടക്കനി കോൽക്കർ ബാഹർ നിക്കലായ. രണ്ടുപേരും ചുപ്കേസെ ഉട്ടെ, പതുക്കെ എണീറ്റു. എന്നിട്ട് ബഹുത് ധീരസെ, വളരെ പതുക്കെ, ദർവാജയ്ക്ക് സിട്ടുക്കനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാതിലിൻ്റെ കുറ്റി, ഓടാമ്പൽ എന്നൊക്കെ പറയില്ലേ നമ്മളെ, എന്തെങ്കിലും അത് അടയ്ക്കാനുള്ള ലോക്ക് സിസ്റ്റം എന്തെങ്കിലും. അപ്പോൾ ആ വാതിലിൻ്റെ ആ കുറ്റിയെ കോൽക്കർ, അതിനെ തുറന്നിട്ട് ബാഹർ നിക്കലാകെ, വെളിയിൽ വന്നു. അണ്ടോं की हिफाजत की तैयारियाँ होने लगी. ഹിഫാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനെ രക്ഷിക്കാനുള്ള, അപ്പോൾ ആ മുട്ടകളെ രക്ഷിക്കാനുള്ള തയ്യാറികൾ തുടങ്ങി. കേശവ് കമരേസെ എക് സ്റ്റൂൾ ഉഠലായ. കേശവ് റൂമിൽ നിന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ലേക്കിൻ ജബ് ഉസ്സെ കാം ന ചലാത്തോ നഹാനേക്ക് ചോക്കിലാക്കർ സ്റ്റൂൾ കെ നീച്ചെ രഖി. എന്നാൽ ആ സ്റ്റൂൾ കൊണ്ട് പണിയായില്ല. അപ്പോൾ എന്താ ചെയ്തത്, നഹാനേക്ക് ചോക്കി എന്ന് പറഞ്ഞാൽ പലക എന്നൊക്കെ പറയില്ലേ, ഇരിക്കണ പലക. അങ്ങനെ കുളിക്കാനും ചിലവരൊക്കെ കുളിക്കാനും ഉപയോഗിക്കും, അതിലിരുന്ന് കുളിക്കും. അപ്പോൾ അങ്ങനെ ആ കുളിക്കണ പലകയും കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്ത്, സ്റ്റൂൾ കെ നീച്ചെ രഖി, ആ സ്റ്റൂളിൻ്റെ താഴെ വെച്ചു. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടില്ലേ.
അപ്പോൾ അവന് എളുപ്പം പണി ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. ഓർ ഡർത്തെ ഡർത്തെ സ്റ്റൂൾ പർ ചടാ. പിന്നെ പേടിച്ചുകൊണ്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി അല്ലേ, കാരണം അതിൻ്റെ അടിയിൽ ആ പലകേൻ്റെ മേലെ സ്റ്റൂള്, അപ്പോൾ എങ്ങാനും വീണാലോ എന്ന് പറഞ്ഞ് പേടിച്ച് കയറി അതിൽ. ശ്യാമ ദോനോ ഹാത്തോസെ സ്റ്റൂൾ പക്കടെ ഹുയി തി. ശ്യാമ 2 കൈകൾ കൊണ്ടും ആ സ്റ്റൂള് പിടിച്ചു നിന്നു. स्टूल चारों टांगे बराबर ना होने के कारण जिस तरफ ज़्यादा दबाव पाता था जरा सा हिल जाता था. അപ്പോൾ സ്റ്റൂൾ ചാറോ ടാങ്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലുകൾ കേട്ടോ, അതിൻ്റെ അർത്ഥം സ്റ്റൂളിൻ്റെ 4 കാലുകൾ, ചാറോ ടാങ്കെ 4 കാലുകൾ, ബറാബർ ന ഹോനേക്ക് കാരൻ, അത് ബറാബർ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാതെ ഇരിക്കുന്നത് കാരണം, ജിസ് തറഫ് ജാദ ദബാവ് പാത്താത്ത, ഏത് സൈഡാണോ കൂടുതൽ അങ്ങനെ പ്രസ് ആവുക, കൂടുതൽ ബലം പ്രയോഗിക്കുക, അവിടെ ജറസ ഹിൽ ജാത്താത്ത, ചിലപ്പോൾ കുറച്ച് ഇളകുമായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഏത് സൈഡാണോ കൂടുതൽ പ്രസ്സാക്കി വെക്കുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇളകില്ലേ, അതാ പറയണത്, വേറൊന്നുമില്ല. ഉസ് വക്ത് കേശവ്ക്കോ കിത്നി തക്ലീഫ് ഉഠാനി പടുത്തി തി. ആ സമയത്ത് അങ്ങനെ അതൊക്കെ ഇളകണ സമയത്ത് കേശവന് എന്തു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുമായിരുന്നു. യഹ് ഉസിക്ക് ദിൽ ജാൻതാ ത. അത് അവൻ്റെ മനസ്സിലേ അറിയുള്ളൂ, അവനെ അറിയുള്ളൂ അതൊക്കെ. പറഞ്ഞാൽ ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ, അതാണ്. ദോനോ ഹാത്തോസെ കാർണീസ് പക്കഡ് ലേത്ത. അപ്പോൾ 2 കൈ കൊണ്ടും ആ കാർണീസ്, ആ മുകളിലുള്ള ഷെയ്ഡില്ലേ, ആ ജനലിൻ്റെ മേലെ പിക്ചറിൽ കാണുന്നില്ലേ, അത് തന്നെയാണ്. അതിനെ 2 കൈ കൊണ്ടും പിടിച്ചു നിൽക്കുമായിരുന്നു. ഓർ ശ്യാമക്കോ ദബി ആവാസ് സെ ഡാണ്ട്ത. പിന്നെ ശ്യാമയെ എന്ത് ചെയ്യും, ദബി ആവാസ് പറഞ്ഞാൽ പതുക്കെ ഉള്ള ശബ്ദത്തിൽ, ഡാണ്ടന എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാം, ചീത്ത പറയാം. ശ്യാമയെ ചീത്ത പറയും. അച്ചിത്തറ പക്കഡ്, ശരിക്കും പിടിക്കേ, വർണ്ണ ഉത്തർക്കർ ബഹുത് മാറൂങ്ക. അല്ലാന്നുണ്ടെങ്കിൽ വർണ്ണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉത്തർക്കർ, ഇറങ്ങിയിട്ട് ബഹുത് മാറൂങ്ക, നല്ല അടി നോക്കിക്കോ ഞാൻ നിന്നെ എന്ന് പറയായിരുന്നു ശ്യാമയുടെ അടുത്ത്. മഗർ ബേചാരി ശ്യാമ കാ ദിൽ തോ ഊപ്പർ കാർണിസ് പർ താ. പക്ഷെങ്കിൽ പാവം ശ്യാമയുടെ മനസ്സ് മുഴുവൻ എന്താണ്, മേളിൽ ആ കാർണിസിൻ്റെ അവിടെ തന്നെ ആയിരുന്നു. ബാർ ഉസ്കാ ധ്യാൻ ഉധർ ചല്ല ജാത്ത ഓർ ഹാത്ത് ഡീലി പട് ജാത്തി. വെറുതെ ബാർ പറഞ്ഞാൽ വെറുതെ അവളുടെ ശ്രദ്ധ അവിടെ പോകുമായിരുന്നു, ആ കാർണിസിൻ്റെ മുകളിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവളുടെ കൈ ആ സ്റ്റൂൾ പിടിച്ചിരിക്കുകയല്ലേ, അത് കുറച്ച് ലൂസ് ആവുമായിരുന്നു, പിടിച്ചത് ശരിയാവില്ലായിരുന്നു. കേശവ് ने जो ही कार्निस पर हाथ रखा. കേശവ് അവിടെ കാർണിസിൽ കൈ വെച്ചതും ദോനോ ചിടിയ ഉടുകൈ, ആ 2 പക്ഷികളും എന്താണ്, അത് പറന്നുപോയി അവിടുന്ന്. കേശവിനെ ദേക്ക കാർണിസ് पर थोड़े तिनके बिछे हुए हैं. തിൻകെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, തിൻക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങിയ പുല്ലൊക്കില്ലേ, അതിൻ്റെ വളരെ ചെറിയ പീസുകൾ, വളരെ ചെറിയത്, ഏറ്റവും ചെറിയ പീസുകൾ, ഉണങ്ങിയ പുല്ലിൻ്റെയൊക്കെ, പുല്ലും ഇലകളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ. അപ്പോൾ കേശവ് അവിടെ കണ്ടത് എന്താണ്, നിസ്പർ തോടെ തിൻകെ, അതുപോലുള്ള കുറച്ച് തിൻക ബിച്ചെ ഉയഹെ, അങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു, ചെതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഓർ ഉൻ പർ 3 അണ്ടേ പടേ ഹെ, അതിൻ്റെ മുകളിൽ 3 മുട്ടകളുണ്ടായിരുന്നു. ജैसे घोंसले उसने പേടോം പർ ദേഖേ തേ. അപ്പോൾ അവൻ ഘോസ്ല നെസ്റ്റ് എങ്ങനെ മരങ്ങളിൽ കണ്ടിട്ടുണ്ടോ, വൈസാ കോയി ഘോസ്ല നഹി ഹെ, അതുപോലത്തുള്ള പിന്നെ കൂടൊന്നും ആയിരുന്നില്ല, അതുപോലത്തുള്ള നെസ്റ്റൊന്നും ആയിരുന്നില്ല. ശ്യാമാനെ നീച്ചെ സെ പൂച്ച കേ ബച്ചേ ഹെ ഭയ്യ, എത്ര കുട്ടികളുണ്ട് ഭയ്യ എന്ന് ശ്യാമ താഴേന്ന് ചോദിച്ചു. കേശവ് 3 അണ്ടേ ഹെ അഭി ബച്ചേ നഹി നിക്ലേ. 3 മുട്ടകളാണുള്ളത്, ഇപ്പോൾ കുട്ടികൾ പുറത്ത് വന്നിട്ടില്ല. ശ്യാമ ജറ ഹമേ ദിഖാദോ ഭയ്യ കിത്തനെ ബഡേ ഹെ. എനിക്കും കുറച്ച് കാണിച്ചതാ ഭയ്യ, എത്ര വലുതാണ്, എനിക്കും കാണിച്ചതാ എന്ന് ശ്യാമ പറഞ്ഞു. കേശവ് ദിഖാദൂങ്ക, കാണിച്ചു തരാം. പെഹലെ ജറ ചിത്തടേ ലിയ. ആദ്യം ചിത്തടേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ തുണികൾ കേട്ടോ, പഴയ തുണികൾ, അതിൻ്റെ തുണ്ടുകൾ, പഴയ കഷ്ണം തുണികൾ എന്തെങ്കിലുമൊക്കെ, അതെന്തെങ്കിലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. നീച്ചെ ബിച്ചാതും, താഴെ വിരിക്കട്ടെ, ബിച്ചാന എന്ന് പറഞ്ഞാൽ വിരിക്കുക, താഴെ വിരിക്കട്ടെ എന്ന് പറഞ്ഞു. ബിച്ചാരെ അണ്ടേ തിൻകോമ്പർ പടേ ഹെ. ഈ ഈ മുട്ടകളെല്ലാം എന്താണ്, ആ തിൻകയിലാണ് കിടക്കുന്നത്, പുല്ലിൻ്റെ പിന്നെ ചെറിയ പീസുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തുണി വിരിച്ചു കൊടുക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്യാമ ദോഡ്കർ അപ്പനി പുരാനി ധോത്തി ഫാഡ്കർ ഏക് ടുക്കട ലായി. ശ്യാമ വേഗം ഓടിപ്പോയി എന്താണ്, അവളുടെ ധോത്തി, അവളുടെ ഇടുന്ന ഡ്രസ്സിനെ കീറിക്കൊണ്ടുവന്നു. പഴയത് പുരാനി ധോത്തി, ഒരു പഴയ ഡ്രസ്സിനെ കീറിയിട്ട് അതിൻ്റെ ഒരു പീസ്, ടുക്കട എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം, ഒരു പീസ് കൊണ്ടുവന്നു. കേശവനെ ജൂക്കുകർ കപ്പട ലിയ. കേശവ് ജൂക്കുകർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുനിഞ്ഞിട്ട് ആ തുണി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഉസ്കി കൈ തെഹ കർക്കെ ഉസ്നെ ഏക് ഗദ്ദി ബനായി. അതിൻ്റെ തെഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യുക, അതിനെ കുറേ ഫോൾഡ് ചെയ്തു, അതിനെ ഇങ്ങോട്ടും അങ്ങനെ കുറേ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ്, അത് കുറച്ച് കട്ടിയിൽ ഒരു ബെഡ് പോലെ ആവില്ലേ, അതാ പറഞ്ഞത്. ഏക്ക് ഗദ്ദി ബനായി, ഗദ്ദി എന്ന് പറഞ്ഞാൽ ബെഡ്, അങ്ങനെ ഒരു ബെഡ് പോലെ ആക്കി അതിനെ. ഉസേ തിൻകോ പർ ബിച്ചാക്കർ 3 അണ്ടേ ധീരെ സെ ഉസ് പർ റഖ് ദിയ. അതിനെ ആ തിൻകയില്ലേ അതിൻ്റെ മേലെ അതിനെ വിരിച്ചു, എന്നിട്ട് ആ 3 മുട്ടകളും പതുക്കെ എടുത്ത് ഈ തുണിയുടെ മേലെ വെച്ചു.
ശ്യാമ ने फिर कहा हमको भी दिखा दो भैया. ശ്യാമ പിന്നെയും പറഞ്ഞു എനിക്കും കാണിച്ചതാ ഭയ്യ. കേശവ് ദിഖാ ദൂങ്ക. കേശവ് പറഞ്ഞു കാണിച്ചു തരാം. പെഹലെ ജറാ വഹ ടോക്കരി തോ ദേ ദേ. ആദ്യം ആ ബാസ്ക്കറ്റ് ഇങ്ങോട്ട് തന്നേക്ക്. ഊപ്പർ ചായ കരുതു. അതിൻ്റെ മേലെ തണൽ ആക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞു. ശ്യാമാനെ ടോക്കരി നീച്ചെ സെ ധമാദി. ശ്യാമ താഴേന്ന് ടോക്കരി ആ ബാസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. ഓർ ബോലി എന്നിട്ട് പറഞ്ഞു അബ് തും ഉത്തർ ജാओ. ഇനി നീ ഇറങ്ങി വാ. मैं भी तो देखूँ ഞാനും കാണട്ടെ എന്ന് ശ്യാമ പറഞ്ഞു. കേശവനെ ടോക്കരിക്കോ എക് ടെഹനി സെ ടിക്കാക്കർ കഹ. കേശവ് എന്താ ചെയ്തത് ആ ടോക്കരി ആ ബാസ്ക്കറ്റിനെ ഒരു ടെഹനി പറഞ്ഞാൽ ഒരു കൊമ്പ് കൊണ്ട് ടിക്കാക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു കൊമ്പിനെ സപ്പോർട്ട് കൊടുത്ത് ആ ബാസ്ക്കറ്റിനെ അതിൻ്റെ മേലെ വെച്ചിട്ട് പറഞ്ഞു ജാ ദാന ഓർ പാനിക്ക് പ്യാലി ലേയ. ഇനി പോയിട്ടൊരു കാര്യം ചെയ്യേ ദാന ഗ്രെയിൻസും പിന്നെ വെള്ളം വെച്ചിരിക്കുന്ന ആ കപ്പുമൊക്കെ എടുത്തിട്ട് വാ. മേ ഉത്തറാവൂ തോ തുജെ ദിഖാ ദൂങ്ക. എന്നിട്ട് ഞാൻ ഇറങ്ങി വരാം എന്നിട്ട് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ശ്യാമ പ്യാലി ഓർ ചാവൽ ഭി ലായി. ശ്യാമ എന്നിട്ട് ആ കപ്പും അരിയുമെല്ലാം കൊണ്ടുവന്നു. केशव ने टोकरी के नीचे दोनों चीज़ें रख दी और आहिस्ता से उतर आया. കേശവ് എന്താ ചെയ്തത് ടോക്കരിക്ക് നീച്ചെ ആ ബാസ്ക്കറ്റിൻ്റെ താഴെയായിട്ട് ദോനോ ചീസ് ഈ വെള്ളവും അരിയും എല്ലാം വെച്ചു അവിടെ. ഓർ അഹിസ്താസെ അഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ ധീരേസെ എന്ന് പറയില്ലേ അതന്നെയാണ് കേട്ടോ. ഉത്തറായ താഴെ ഇറങ്ങി വന്നു. ശ്യാമാനെ ഗിഡിഗിഡാക്കർ കഹ. ഗിഡിഗിഡാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദയനീയമായിട്ട് റിക്വസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല അതന്നെയാണ്. റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു അബ് ഹംകു ബി ചടാദോ ഭയ്യ. ഇപ്പം എന്നെയും കൂടി കയറ്റു ഭയ്യ എന്ന് പറഞ്ഞു. കേശവ് തൂ ഗിർപ്പടേഗി. നീ വീണു പോവും. നീ വീഴും കയറിയിട്ടുണ്ടെങ്കിൽ എന്ന് കേശവ് പറഞ്ഞു. ശ്യാമ നാ ഗിരൂങ്കി ഭയ്യ തും നീച്ചെ സെ പക്കടേരാന. ഞാൻ വീഴുമൊന്നുമില്ല ഭയ്യ നീ താഴേന്ന് എന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. കേശവ് നാ ഭയ്യ കहीं तू गिरगिरा पड़ी तो अम्मा जी मेरी चटनी ही कर डालेगी. ഇല്ല വേണ്ട കहीं तू गिरगिरा पड़ी तो നീ എങ്ങാനും വീണു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ചട്നിയാക്കും എന്ന് പറഞ്ഞു. കഹെങ്കിക്ക് തൂനെ ഹി ചടായാത്ത. പറയും നീ തന്നെയാണ് അവളെ കയറ്റിയത് എന്ന് അമ്മ പറയാൻ തുടങ്ങും. ക്യാ കരേഗി ദേക്കർ. എന്താ ചെയ്യണിപ്പോൾ അത് കണ്ടിട്ടിപ്പോൾ എന്താ ചെയ്യാനുള്ളത്. അബ് അണ്ടേ ബടെ ആറാംസെ ഹേ. അപ്പം മുട്ടകളൊക്കെ ശരിയായിട്ട് തന്നെ ഉണ്ട്. അത് വൃത്തിയായി അതിനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ജബ് ബच्चे നിക്ലേങ്കെ തോ ഉൻകോ പാലേങ്കെ. അപ്പോൾ അത് കുട്ടികൾ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു. ദോനോ ചിടിയ ബാർ ബാർ കാർണിസ് പർ ആത്തി തി. ആ രണ്ട് പക്ഷികളും വെറുതെ ആ കാർണിസിൻ്റെ അവിടെ വരുമായിരുന്നു. ഓർ ബഗർ ബേട്ടെ ഹി ഉഡ്ജാത്തി തി. അവിടെ ഇരിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുമായിരുന്നു. വന്ന് നോക്കും പിന്നെ പറന്നു പോകുമായിരുന്നു. കേശവനെ സോച്ച. അപ്പോൾ കേശവ് വിചാരിച്ചു ഹം ലോഗോं के डर से ही नहीं बैठती. എങ്ങാനും നമ്മളെ പേടിച്ചിട്ടായിരിക്കും അതവിടെ ഇരിക്കാത്തത്. സ്റ്റൂൾ ഉഠാക്കർ കമരമേ രഖായ. അപ്പോൾ എന്ത് ചെയ്ത് സ്റ്റൂൾ എടുത്തുകൊണ്ടുപോയി വേറെ റൂമിൽ കൊണ്ടു വെച്ചിട്ട് വന്നു. ചോക്കി ജഹാക്കി തി വഹാ രഖ്. ആ പലകയും എവിടെ നിന്ന് എടുത്തോ അവിടെ അതിനൊക്കെ വെച്ചിട്ട് വന്നു. ശ്യാമാനെ ആംഖോമേ ആസു ബർക്കർ കഹ. ശ്യാമ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് പറഞ്ഞു തുമ്നെ മുझे नहीं ദിഖായ. നീ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. മേ അമ്മാജി സെ ഖേദൂങ്കി. ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും. കേശവ് അമ്മാജി സെ കഹേഗി തോ ബഹുത് മാറൂങ്ക കഹ ദേത്താ ഹൂ. കേശവ് അപ്പം എന്താ പറഞ്ഞത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നല്ല അടിയടിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു. പറയുന്നുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമ തോ തുമ്നെ മുझे ദിഖായ ക്യൂ നഹി. പിന്നെ നീ എന്തുകൊണ്ടത് കാണിച്ചു തന്നില്ല എന്ന് ശ്യാമ ചോദിച്ചു. കേശവ് ഓർ ഗിർപടുത്തി തോ ചാർ സർന ഹോ ജാത്തേ. അവിടുന്ന് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 തലയായി പോയില്ലേ നിൻ്റെ എന്ന് പറഞ്ഞത്. ശ്യാമ ഹോ ജാത്തെ തോ ഹോ ജാത്തെ ദേഖ് ലേന മേ കഹ ദൂങ്കി. ശ്യാമ പറഞ്ഞപ്പോൾ ആവും എന്തായാലും നോക്കിയോ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. ഇത്തനെ മേ കോട്ടറി കാ ദർവാജ ഖുല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണതിൻ്റെ ഇടയിൽ അവിടുത്തെ വാതിൽ തുറന്നു. മാനെ ധൂപ് സെ ആങ്കോ കോ ബച്ചാത്തെ ഹുവേ കഹ. അമ്മ ധൂപ് സെ ആങ്കോ കോ ബച്ചാത്തെ ഹുവേ എന്ന് പറഞ്ഞാൽ വെയിലിൽ നിന്ന് കണ്ണുകളെ രക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു കുറച്ച് അടച്ച് നോക്കില്ലേ ഇങ്ങനെ അതിനെയാണ് പറയുന്നത് കേട്ടോ. അമ്മ പറഞ്ഞു തും ദോനോ ബഹാർ കബ് നിക്കലായേ. നിങ്ങൾ രണ്ടുപേരും വെളിയിൽ എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു. മേനെ കഹാനാ ഥാ കി ദുപഹർ കോ ന നിക്കൽന. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത് ഉച്ച സമയത്ത് വെളിയിൽ പോകരുതെന്ന്. ദുപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയം. കിസ്നെ കിവാട് ഖോല. ആരാണ് വാതിൽ തുറന്നത് എന്ന് ചോദിച്ചു അമ്മ. കിവാട് കേശവനെ ഖോലാത്ത ലേക്കിൻ ശ്യാമാനെ മാസെ യഹ് ബാത് നഹി കഹി. കിവാട് വാതിൽ കേശവാണ് തുറന്നത് പക്ഷേങ്കിൽ ശ്യാമ അത് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. ഉസേ ഡർ ലഗാ കി ഭയ്യ പിട്ട് ജായെങ്കെ. അവൾക്ക് പേടിയായി അമ്മ അവനെങ്ങാനും അടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവളത് പറഞ്ഞില്ല. കേശവ് ദിൽ മേ കാംപ് രഹാത്ത. കേശവ് മനസ്സിലെന്താണ് ഉള്ളിൽ കേശവ് പേടിക്കുകയായിരുന്നു വിറക്കിയായിരുന്നു പേടിച്ചിട്ട്. കി കഹി ശ്യാമ കഹനാദേ. എന്തായിരുന്നു പേടി. ശ്യാമ ദേഷ്യം വന്നിട്ട് എങ്ങാനും നമ്മുടെ അടുത്ത് പറഞ്ഞാലോ എന്ന് പേടിക്കായിരുന്നു.
അണ്ടേ ന ദിഖായത്തെ മുട്ടകളൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ ശ്യാമയ്ക്ക്. ഇസ്സേ അബ് ഉസ്കോ ശ്യാമ പർ വിശ്വാസ് നഥ. അതുകൊണ്ട് അവന് ശ്യാമയുടെ മേലെ ഇപ്പോൾ വിശ്വാസമില്ല. എങ്ങാനും ശ്യാമ പറയുമെന്ന് തോന്നി. ശ്യാമ സിർഫ് മൊഹബത്ത് കെ മാരെ ചുപ്തി. എന്നാൽ ശ്യാമയാണെങ്കിലോ മൊഹബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് അവൻ്റെ അടുത്ത് കേശവൻ്റെ അടുത്ത് സ്നേഹം കൊണ്ട് ശ്യാമ മിണ്ടാതിരുന്നു, പറഞ്ഞില്ല. അമ്മ എങ്ങാനും അടിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. ഇസ് കസൂർ മേ ഹിസ്സേദാർ ഹോനെ കി വജഹ സെ കസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ്. അപ്പോൾ ഒന്നല്ലെങ്കിലോ തെറ്റിൽ അവളും കൂട്ടാണ് അല്ലേ, അവൻ്റെ കൂടെ നിന്നില്ലേ. ഹിസ്സേദാർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, കൂട്ടുനിന്നത്. അതുകൊണ്ട് അല്ലെങ്കിലോ എൻ്റെ അടുത്ത് സ്നേഹം കൊണ്ട്. അങ്ങനെ എന്തോ രണ്ടിലേതെങ്കിലും ഒന്നാന്ന് അവൻ വിചാരിച്ചു. ഇസ്കാ ഫൈസ്ല നഹി കിയാ ജാ സക്ത. അത് രണ്ടിൽ എന്താ കാരണം എന്ന് അറിയില്ല. ഷായദ് ദോനോ ഹി ബാത് തി. ചിലപ്പോൾ രണ്ട് കാര്യവും ആവാം എന്ന് വിചാരിച്ചു. മാ നെ ദോനോ കോ ഡാണ്ട് ഢപ്പട്ട് കർ ഫിർ കമറേ മേ ബന്ദ് കർ ദിയ. അമ്മ രണ്ടുപേരെയും ചീത്ത പറഞ്ഞ് പിന്നെയും റൂമിലിട്ട് അടച്ചു. എന്നിട്ട് ഓർ ആപ്പ് ധീരെ ധീരെ ഉനെ പങ്ക ചലനെ ലഗി. എന്നിട്ട് അവർക്ക് പതുക്കെ പതുക്കെ വീശി കൊടുക്കാൻ തുടങ്ങി. പങ്ക ചലന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻ എന്നാണ് അർത്ഥം കേട്ടോ. പക്ഷേങ്കിൽ ഇത് പണ്ടത്തെ കാലത്തെയാണ് പറഞ്ഞത്. പങ്ക ജലന എന്ന് പറയുമ്പോൾ വീശി കൊടുക്കുക. പങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ വീശറി, ജലന എന്ന് പറഞ്ഞാൽ വീശുക. പങ്ക ജലന വീശി കൊടുത്തു അവർക്ക്. അബി സിർഫ് 2 ബജേത്തെ. ഇപ്പം 2 മണിയായിട്ടുള്ളൂ. ബാഹർ തേജ് ലൂ ചൽ റഹി തി. വെളിയിൽ നല്ല പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുള്ള കാറ്റ്, ഭയങ്കര ചൂട് കാറ്റായിരുന്നു. അബ് ദോനോ ബച്ചോക്കോ നീന്താ ഗൈ. ഇപ്പം 2 കുട്ടികൾക്കും ഉറക്കം വന്നു. 4 ബജെ യക്കായക് ശ്യാമാക്കി നീന്ത് ഖുലി. 4 മണിക്ക് പെട്ടെന്ന്, യക്കായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്യാമയുടെ ഉറക്കം തെളിഞ്ഞു. അവൾ എണീറ്റു. കിവാട് ഖുലി ഹുയേത്തെ. വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. വഹ ദൗഡി ഹുയി കാർണിസ് കെ പാസ് ആയി. അവൾ വേഗം ഓടി ആ കാർണിസിൻ്റെ അടുത്ത് പോയി. ഓർ ഊപ്പർ കി തരഫ് താക്കിനെ ലഗി. മേലെ നോക്കാൻ തുടങ്ങി. താക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തുറിച്ചു നോക്കുക, വളരെ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ടോക്കരി കാ പത്താനത്ത. ആ ബാസ്ക്കറ്റ് ഒന്നും കാണാനില്ല, അതിൻ്റെ ഒന്നും അറിയുന്നില്ല എന്താന്ന്. സംയോഗ് സെ ഉസ്കി നസർ നീച്ചെ ഗയി. സംയോഗ് സെ പറഞ്ഞാൽ ഭാഗ്യവശാൽ അവളുടെ നസർ, അവളുടെ ദൃഷ്ടി താഴെ പോയി. താഴെ നോക്കി അവൾ. വഹ ഉൾട്ടെ പാവ് ദൗഡത്തി ഹുയി കമറേ മേ ജാക്കർ ജോർ സെ ബോലി. ഉൾട്ടെ പാവ് പറഞ്ഞാൽ അതേപോലെ തിരിച്ചു ഓടി. തിരിച്ചു അതേപോലെ ഓടി. ജോർ സെ ബോലി. വളരെ ഒച്ചത്തിൽ പറഞ്ഞു, ഭയ്യ അണ്ടേ തോ നീച്ചെ പടേ ഹേ. ആ മുട്ടകളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. ബച്ചെ ഊടുകയെ. കുട്ടികൾ പറന്നുപോയി തോന്നുന്നു എന്ന് പറഞ്ഞു. കേശവ് ഘബറാക്കർ ഉഠ. കേശവ് വേഗം പരിഭ്രമിച്ചുകൊണ്ട് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഓർ ദൗഡാ ഹുവ ബാഹർ ആയ. പിന്നെ ഓടി വെളിയിൽ വന്നു. തോ ക്യാ ദേഖ്താ ഹെ കി തീനോ അണ്ടേ നീച്ചെ ടൂട്ടെ പടേ ഹെ. അപ്പം ഓടി വന്ന് നോക്കുമ്പോൾ എന്താണ്, 3 മുട്ടകളും താഴെ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഓർ ഉൻസെ കോയി ചൂനെ കിസി ചീസ് ബഹർ നിക്കൽ ആയി ഹെ. അതിന്ന് ആ മുട്ടകളിൽ നിന്ന് ചൂന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തോ ഒരു സാധനം വെളിയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പാനി കി പ്യാലി ബി ഏക് തരഫ് ടൂട്ടി പടി ഹെ. വെള്ളത്തിൻ്റെ കപ്പും ഇനിയൊരവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ചെഹരേക്ക രംഗ് ഉടുകയാ. അത് കണ്ടിട്ട് അവൻ്റെ മുഖത്തെ കളറ് പോയി. അതിൻ്റെ അർത്ഥം മുഖം വളർത്തുപോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിഷമം കൊണ്ട്. സെഹമി ഹുയി ആംഖോ സെ ജമീൻ കി തരഫ് ദേഖ്നെ ലഗ. സെഹമി ഹുയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്തംഭിച്ചു പോവുക, നോക്കി നിന്നു പോവുക എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഭയഭീത് ഹോക്കർ എന്നൊക്കെ പറയാം, ഘബറായ ഹുവ എന്നൊക്കെ പറയാം. അതിൻ്റെ അർത്ഥം പരിഭ്രമിച്ചുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്. അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി ജമീൻ കി തരഫ് ദേഖ്നെ ലഗ, താഴെ നോക്കിക്കൊണ്ട് നിന്നു അവൻ. ശ്യാമാനെ പൂച്ച ബച്ചെ കഹാ ഉടുഗേ ഭയ്യ. ശ്യാമ ചോദിച്ചു, കുട്ടികൾ എവിടേക്കാണ് പറന്നുപോയത് ഭയ്യ എന്ന് ചോദിച്ചു. കേശവനെ കരുൺ സ്വരമേ കഹ അണ്ടേ തോ ഫൂട്ട് ഗേ. കേശവ് ഭയങ്കര കരുണ ആയിട്ടുള്ള സ്വരത്തിൽ പറഞ്ഞു, അണ്ടേ തോ ഫൂട്ട് ഗേ, മുട്ടകൾ പൊട്ടിപ്പോയി. ശ്യാമ ഓർ ബച്ചെ കഹാങ്കെ. അപ്പോൾ ശ്യാമ ചോദിച്ചു, കുട്ടികൾ എവിടെ പോയി. അപ്പോൾ ഇപ്പോഴും ശ്യാമയ്ക്ക് മനസ്സിലായിട്ടില്ല, അതിന് കുട്ടികൾ വന്നു എന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. കേശവ് തെരെ സർമേ, നിൻ്റെ തലയിൽ. നമ്മൾ പറയില്ലേ നിൻ്റെ തല എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. ദേഖ്തി നഹി ഹേ അണ്ടോ മേ സെ ഉജ്ല ഉജ്ല പാനി നിക്കലായാ ഹേ. കാണണില്ലേ നിനക്ക്, അണ്ടോ മേ സെ മുട്ടകളിൽ നിന്ന് ഉജ്ല ഉജ്ല പാനി. ഉജ്ല ഉജ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിൽ, അങ്ങനെ വെള്ള കളറിലുള്ള ഒരു ദ്രാവകം, എന്തെങ്കിലും വെള്ളം പോലുള്ളൊരു സാധനം, അത് വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ. വഹി തോ 2-4 ദിനോമേ ബച്ചേ ബൻ ജാത്തേ. അത് തന്നെയാണ് 2-4 ദിവസം കൊണ്ട്, കുറച്ച് ദിവസങ്ങളിൽ കുട്ടികളാവാൻ പോണത് എന്ന് പറഞ്ഞു കൊടുത്തു അവൻ. മാനെ സോട്ടി ഹാത്മേ ലിയേ ഹുയെ പൂച്ച. അമ്മ അപ്പോൾ സോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാത്രം കേട്ടോ, പിന്നെ പണി ചെയ്യണ അവിടെ നിന്ന് വരുന്ന സമയത്ത് കയ്യിൽ എന്തോ ഒരു പാത്രം എന്തോ, അതിനാണ് സൊട്ടി എന്ന് പറയുന്നത്, എടുത്തുകൊണ്ട് അങ്ങനെ വന്ന് ചോദിച്ചു.
തും ദോനോ വഹാ ധൂപ്പ് മേ ക്യാ കർ രഹേ ഹോ, നിങ്ങൾ രണ്ടുപേരും അവിടെ വെയിലത്ത് എന്താ ചെയ്യുന്നത് എന്ന് അമ്മ ചോദിച്ചു. ശ്യാമനെ കഹ, അപ്പോൾ ശ്യാമ പറഞ്ഞു, അമ്മാജി ചിടിയാക്കെ അണ്ടേ ടൂട്ട് പടേ ഹേ, ഈ പക്ഷിയുടെ മുട്ടകൾ പൊട്ടിപ്പോയിരിക്കുന്നു. മാനെ ആക്കർ ടൂട്ടേ ഹുए അണ്ടോ കോ ദേഖ, അമ്മ വന്ന് ഈ പൊട്ടിപ്പോയ മുട്ടകളെ കണ്ടു. ഓർ ഗുസ്സെ ബോലി, ഭയങ്കര ദേഷ്യത്തോടു കൂടി പറഞ്ഞു, തും ലോഗോനെ അണ്ടേ കോ ചുവാ ഹോഗ, നിങ്ങൾ മുട്ടകളെ തൊട്ടിട്ടുണ്ടാവും എന്ന് അമ്മ പറഞ്ഞു. മുട്ടകളെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് പക്ഷിക്കത് ഇഷ്ടമല്ല. അബ് തോ ശ്യാമക്കോ ഭയ്യ പർ ജറാ ബി തരസ്ന ആയ, ഇനി എന്താണ് ശ്യാമയ്ക്ക് ഭയ്യയുടെ മേലെ കുറച്ചു കൂടിയിട്ട് തരസ്ന ആയ, തരസാന എന്ന് പറഞ്ഞാൽ പാപം തോന്നുക, കുറച്ചുകൂടി പാപം തോന്നിയില്ല, സഹതാപം തോന്നുക. അപ്പോൾ ഉസീനെ ഷായദ് അണ്ടോ കോ ഇസ് തറ റഖ് ദിയാ ഹോ കി വഹ നീച്ചെ ഗിർ പടേ, അപ്പോൾ ശ്യാമ എന്താ പറഞ്ഞത്, ഭയ്യ തന്നെയാണ് ആ മുട്ടകളെ അത് വീഴണ പോലെ വെച്ചിട്ടുണ്ടാവും, പറഞ്ഞാൽ അത് വെച്ച രീതി ശരിയായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അത് വീണത് എന്ന് പറഞ്ഞു. ഉള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇസ്കി ഉസെ സജ മിൽനി ചെയ്യേ, അതുകൊണ്ട് അവന് പനിഷ്മെൻറ്റ് കിട്ടണം, അതിന് സജ എന്ന് പറഞ്ഞാൽ പനിഷ്മെൻറ്റ്, അതിൻ്റെ ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞു. ബോലി ഇന്നോനെ അണ്ടോക്കോ ചേടാത്ത അമ്മാജി, അപ്പോൾ അവൾ പറഞ്ഞു കൊടുത്തു, ഇവൻ എന്താണ് അതിനെ മുട്ടകളെയൊക്കെ ചേടണം എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനെ കേശവസെ പൂച്ച ക്യൂരെ, അപ്പോൾ അമ്മ ചോദിച്ചു കേശവൻ്റെ അടുത്ത്, ക്യൂരെ എന്താടാ എന്ന് ചോദിച്ചു. റേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എന്നൊക്കെ പറയില്ലേ അതിന്. കേശവ് ഭീഗി ബില്ലി ബനാ ഖടാരഹ, കേശവ് എന്താണ് നനഞ്ഞ പൂച്ചയെ പോലെ, ഭീഗി ബില്ലി എന്ന് പറഞ്ഞാൽ നനഞ്ഞ പൂച്ചയെ പോലെ പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം. ഖടാരഹ, അങ്ങനെ അവിടെ മിണ്ടാണ്ട് നിന്നു. മാ തൂ വഹാ പहुंचा കേസെ, അപ്പം അമ്മ ചോദിച്ചു നീ അവിടം വരെ എങ്ങനെ എത്തി, പറഞ്ഞാൽ അത് മുകളിലല്ലേ, ഒരുപാട് മുകളിലല്ലേ, അപ്പം നീ അവിടം വരെ എങ്ങനെ എത്തി എന്ന് അമ്മ ചോദിച്ചു. ശ്യാമ ചോക്കി പർ സ്റ്റൂൾ റക്കർ ചടേ അമ്മാജി, അപ്പോൾ ശ്യാമ പറഞ്ഞു പലകയിൽ സ്റ്റൂൾ വെച്ചിട്ടാണ് അവൻ കയറിയത്, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അതെല്ലാം. കേശവ് തു സ്റ്റൂൾ തമേ നഹി ഖടി തീ, അപ്പോൾ കേശവ് പറഞ്ഞു നീ സ്റ്റൂൾ താങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്താ, അപ്പോൾ ശ്യാമ തുംഹിനെ തോ കഹാത്ത, നീ എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു ശ്യാമ. മാ तू इतना बड़ा हुआ तुझे अभी इतना भी नहीं मालूम कि चूने से चिड़ियों के अंडे गंदे हो जाते हैं, അപ്പം അമ്മ എന്താ പറയണത്, तू इतना बड़ा हुआ, നീ ഇത്ര വലുതായി, तुझे अभी इतना भी नहीं मालूम, നിനക്ക് ഇത്രയും അറിയില്ലേ എന്താ, कि ചൂനേസെ തൊടുന്നത് കൊണ്ട് ചിടിയോങ്കെ അണ്ടേ പക്ഷികളുടെ മുട്ടകൾ ഗന്ധേ ഹോ ജാത്തെ ഹേ, അത് വൃത്തികേടായി പോകും, അതുകൊണ്ട് ചിടിയ ഫിർ ഉന്നെ നെഹി സേത്തി, പിന്നെ അതിൻ്റെ മേലെ അടയിരിക്കില്ല, പിന്നെ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യില്ല പക്ഷികൾ എന്ന് പറയുന്നത്. സേത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ഇൻക്യുബേറ്റ് ചെയ്യുക, പറഞ്ഞാൽ അടയിരിക്കുക എന്ന് പറയില്ല, അതിൻ്റെ മേലെ ഇരിക്കില്ലേ എന്നിട്ടല്ലേ കുട്ടികളായി പുറത്തു വരിക, അതിന് പറയുന്നതാണ് സേത്തന കേട്ടോ. അപ്പം നമ്മളങ്ങനെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എടുക്കില്ല, അതിനെ സ്വീകരിക്കില്ല പക്ഷികൾ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തൊടാൻ പാടില്ല. പിന്നെ അതിനെ താഴത്തേക്ക് തള്ളിയിടും, അതിനെ എറിയും, കളയും, അതാണ് പക്ഷികൾ ചെയ്യാറുള്ളത്. ശ്യാമാനെ ഡർത്തെ പൂച്ച, അപ്പോൾ ശ്യാമ പേടിച്ചുകൊണ്ട് ചോദിച്ചു, തോ ക്യാ ചിടിയാനെ അണ്ടേ ഗിരാ ദിയേ ഹേ അമ്മാജി, അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ പക്ഷികൾ സ്വയം തന്നെ ആ മുട്ടകളെ വീഴ്ത്തിയിട്ടതാണോ എന്ന് ചോദിച്ചു. മാ ഓർ ക്യാ കർത്തി, അമ്മ പറഞ്ഞു, അപ്പോൾ പിന്നെന്താ ചെയ്യുക, കേശവ് കെ സെർ ഇസ്ക പാപ് പടേക, കേശവന് ഇതിൻ്റെ പാപം കിട്ടും എന്ന് അമ്മ പറഞ്ഞു. ഹായ് തീൻ ജാനെ ലേലി ദുഷ്ടനെ, 3 ജാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ്, 3 ലൈഫ് എടുത്തു, ജീവൻ എന്ന് പറയില്ല, തന്നെയാണ് എടുത്തു. അപ്പോൾ കേശവൻ ഇതിന് പാപം കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ വെറുതെ അവന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. കേശവ് റോനി സൂരത് ബനാക്കർ ബോല, കേശവ് ഭയങ്കര കരഞ്ഞ പോലുള്ള മുഖമൊക്കെ ആക്കിയിട്ട് പറഞ്ഞു, മേനത്തു സിർഫ് അണ്ടോങ്കോ ഗദ്ദി പർ രഖ് ദിയാ ഥാ അമ്മാജി, ഞാൻ മുട്ടകളെ ആ ബെഡിൽ ഞാൻ വെച്ചതേ ഉള്ളൂ അമ്മ, വേറൊന്നും ചെയ്തില്ല ഞാനെന്ന് പറഞ്ഞു. അവൻ നല്ലത് വിചാരിച്ചിട്ടാണ് ചെയ്തത്, അവൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അല്ലേ. മാക്കോ ഹസിയാകൈ, അമ്മയ്ക്ക് ഭയങ്കര ചിരി വന്നു ആ സമയത്ത്. മഗർ കേശവക്കോ കൈ ദിനോ തക് അപ്നി ഗൽത്തി പർ അഫ്സോസ് ഹോത്താ റഹ, എന്നാൽ കേശവന് കുറേ ദിവസങ്ങളോളം അപ്നി ഗൽത്തി പർ, അവരൊരു സ്വയം ചെയ്ത തെറ്റിൻ്റെ അഫ്സോസ് ഹോത്താ റഹ പറഞ്ഞാൽ ഖേദം ആയി, ദുഃഖം ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങൾ വരെ. അഫ്സോസ് എന്ന് പറഞ്ഞാൽ ഖേദം എന്നൊക്കെ പറയില്ലേ, ദുഃഖമായി. അണ്ടോ കി ഹിഫാസത്ത് കർണേക്ക് ജോഗ് മേ, അണ്ടോ കി ഹിഫാസത്ത്, മുട്ടകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ഉസ്നെ ഉൻക സത്യനാശ് കർഡാല, പക്ഷേ അതെന്തായി, അത് മുഴുവനും സ്പോയിലായിപ്പോയി, അത് നശിച്ചുപോയി എല്ലാം. ഇസെ യാദ് കർ വഹ് കബി കബി റോപ്പെടുത്താത്ത, ഇത് ഓർമ്മ വരുമ്പോഴെല്ലാം അവൻ കരയുമായിരുന്നു. ദോനോ ചിടിയ വഹാ ഫിർ നക് ദിഖായി ദി, ആ 2 പക്ഷികളും പിന്നെ അവിടെ ഒരിക്കലും വന്നില്ല, അവിടെ ഒരിക്കലും അതുകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.